Hi guys, welcome to another tutorial. അപ്പോൾ പുതിയ ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും വെൽക്കം. സോ ടുഡേ ബേസിക്കലി വി ആർ ഗോയിങ് ടു നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബേസിക് ഒരു ജോബ് സൈറ്റ് ആണ്. ജോബ് സൈറ്റ് മീൻസ് ഒരു ജോബിന്റെ നമുക്ക് ആ ലിസ്റ്റിംഗ് പേജിലെ അതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ഈസ് നോട്ട് എ പ്രിപ്പയർഡ് വൺ. ഇതൊരു പ്രിപ്പയർ ചെയ്ത സംഭവമല്ല. ഞാൻ ആ പാടിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത് കുറച്ചൊരു ഡാറ്റാബേസ് ഇൻജെക്ട് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല. നമുക്ക് സോ ദിസ് വുഡ് ബി മിക്സ് ലൈക്ക് നമ്മൾ ഇതിനകത്ത് മെയിൻലി എ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എ ഉപയോഗിച്ചിട്ട് നമുക്ക് കോഡ് ഉപയോഗിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഇഫ് യു ആർ എ ബിഗിനർ ബെറ്റർ ടു ലേൺ ദ ബേസിക്സ്. കുറച്ച് കോഡ് ചെയ്യാനും കൂടെ പഠിക്കുക, ദെൻ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു. സോ അല്ലാതെ എനിക്ക് കുഴപ്പമില്ല, അല്ലാത്തവർക്ക് നമുക്ക് ചെയ്യാം, നോ പ്രോബ്ലം അറ്റ് ഓൾ. ബട്ട് ഇഫ് യു ഹാവ് ഗോയിങ് ടു ലൈക്ക് an IT ഇൻഡസ്ട്രി ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, ദെൻ ഏറ്റവും നല്ല ബേസിക്സ് പഠിച്ചിരിക്കുക. അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക. ഇപ്പം തന്നെ കോഡായാലും നമുക്ക് അത്യാവശ്യം മെയിൻ്റെനൻസിന് ഐ തിങ്ക് ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. ബട്ട് എനിവേ, ബട്ട് ഇഫ് യു ഹാവ് ദ ബേസിക്സ് ആൻഡ് നിങ്ങൾക്ക് ബേസിക്സ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് മെയിൻ്റെനൻസ് എന്തെങ്കിലും വന്നാലും ചെയ്യാനും കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. ബട്ട് എനിവേ, ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ബേസിക്കലി ഐ ഹാവ് ക്രിയേറ്റഡ് ജസ്റ്റ് ഒരു ടേബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഈ ടേബിളിൽ ബേസിക്കലി കുറേ എന്താ പറയുക, ചണ്ടി ഡേറ്റയാണുള്ളത്. ഇത് ഞാൻ നമ്മുടെ GPT കൊണ്ട് പണിയെടുപ്പിച്ചുണ്ടാക്കിയ ഡേറ്റയാണുള്ളത്, ഞാൻ കുത്തിയിരുന്ന് ഉണ്ടാക്കിയതല്ല. സോ ബേസിക്കലി ഞാൻ പറഞ്ഞു, GPTയോട് പറഞ്ഞു എനിക്കൊരു സ്കീമ വേണം. അപ്പോൾ ആ സ്കീമയുടെ ഉള്ളിലേക്ക് എനിക്ക് ഒരു ഡംപ് ചെയ്യാൻ കുറേ ഡേറ്റ, ഒരു 10-200 ഡേറ്റ തരാൻ പറഞ്ഞു റോസ്. സോ അങ്ങനെ GPT കൊണ്ട് ചെയ്യിച്ചു ഞാൻ അതിനകത്തേക്ക് ഡമ്മി ഡേറ്റ. നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ടെസ്റ്റ് ഡേറ്റാബേസ് പഠിക്കുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഡമ്മി ഡേറ്റ, വാലിഡ് ആയിട്ടുള്ള നല്ലൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഡേറ്റാസ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, സോ ഞാൻ അങ്ങനെ ചെയ്ത് ഇൻസേർട്ട് ചെയ്തിരിക്കുകയാണ്. സോ ദിസ് ഇസ് മൈ SQL ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് ലൈക്ക് കോർഡിനേറ്റർ. സോ ഞാൻ പറഞ്ഞില്ല, ഞാനിത് വൈപ്പ് കോഡാണ് ചെയ്യാൻ. വൈപ്പ് കോഡ് മീൻസ് ഇറ്റ്സ് നത്തിങ്. ഇത് നമ്മുടെ ബേസിക്കലി നമ്മൾ എന്താ LLM കൊണ്ട് പണിയെടുപ്പിക്കുകയാണ്. നമ്മൾ ബേസിക്കലി വെറുതെ കൺട്രാക്ട് അടിക്കുകയുള്ളൂ. നമ്മൾ ഇന്ന സാധനം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം എന്താണ്. സോ ദിസ് ഇസ് ഡയറക്ട്ലി കോർഡിനേറ്റർ. സോ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ലൈക്ക് ഇഫ് യു ആർ GPTയിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ബേസിക്കലി എന്ത് ചെയ്യണം, ഇത് കോപ്പി പേസ്റ്റ് ഒക്കെ ചെയ്യേണ്ടി വരും. സോ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഡയറക്റ്റ് നമ്മുടെ ദിസ് വൺ കേഴ്സർ ഉപയോഗിക്കുകയാണ്. വിൻസർഫ് കുറേ എഡിറ്റേഴ്സ് ഉണ്ട്, ബട്ട് എനിവേ. സോ ഹിയർ യു ക്യാൻ സീ ലൈക്ക് ഫ്രീ ഉണ്ട്, നമുക്ക് പ്രോ ഉണ്ട്, ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. സോ ഫ്രീ ഉള്ളവർക്ക് ഫ്രീ, ഐ മീൻ സം ഫ്രീ. ഇപ്പം നിങ്ങൾക്ക് ഒരു IT ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ഗോ ഫോർ $20. ലൈക്ക് അൺലിമിറ്റഡ് സോ റിക്വസ്റ്റ് ഉണ്ട്, 500 ഫാസ്റ്റ് റിക്വസ്റ്റ് ഉണ്ട്. ലൈക്ക് എത്ര രൂപയായിരിക്കും, ഒരു 1600-2000 രൂപ ടാക്സ് ഉൾപ്പെടെ 22,000 രൂപയാവും. ബട്ട് എനിവേ ഇറ്റ്സ് വർത്ത് ഇറ്റ്. ഓക്കെ, സോ ജസ്റ്റ് ട്രൈ ഇറ്റ്. Okay, if you are going for like vibe coding, you can check it. Okay, so I will be using this one. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എനിവേ, ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിൽ യൂസ്, ഞാൻ റിയാക്ട് ഉപയോഗിക്കാം. കാരണം ഐ ഹാവ് കുറച്ചുകൂടെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, Svelte, Angular. So I plan everyone use React, so I will go for React. And for backend I will use like Express.js or something like that. It's basic API. If you want, you can go for Next.js also, but just keep it simple. So I am going to use this. So I will like job I will name as job A or something like that. Then other you can do cd job underscore A കൊടുത്തു. ഓക്കെ, സോ ഇതിൽ നമുക്കൊരു API ഒരു ക്ലയൻറ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. സോ അങ്ങനെ ചെയ്യാം. MKDR ക്ലയൻറ്റ് എന്ന് പറഞ്ഞ സംഭവം കൊടുത്തു. ഇതിൻ്റെ റൂട്ടിൽ തന്നെ ആയിരിക്കും നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്യാൻ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. സോ ബേസിക്കലി ഐ വിൽ ഗോ ഫോർ ലൈക്ക് വൈറ്റ് വെച്ച് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. ബട്ട് ഇപ്പം റിയാക്ടിന് കുറച്ച് സംഭവങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. You can check that, but you can like just basically create this using white. So you can use npm ഉപയോഗിക്കാം, bun ഉപയോഗിക്കാം, എന്തുവേണമെങ്കിലും ഉപയോഗിക്കാം. So okay, most of the users use npm, so I will use like npm. So npm ഉപയോഗിച്ചിട്ട് എനിക്ക് ഇവിടെ വന്നിട്ട് ഓക്കെ അപ്പോൾ ബേസിക്കലി ഓക്കെ. സോ ഓക്കെ, പ്രൊജക്ട് നെയിം എന്താണെന്ന് ചോദിച്ചു. ഞാൻ എന്ത് കൊടുക്കും, ജോബ് പോർട്ടൽ. ജോബ്
എന്ത് പേര് വേണം കൊടുക്കുക. അപ്പോൾ ആ പേരില്ലാത്ത വരും. ഞാനിപ്പോൾ ജസ്റ്റ് ക്ലയൻറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ മടിയായതൊന്നും നമുക്ക് മീനിങ് ആയിട്ട് സാധനം കൊടുക്കാം. ക്ലയൻറ്റിനുള്ളിലേക്ക് എല്ലാം കൂടെ പോസ്റ്റ് ആയിക്കോളും. സോ ക്ലയൻറ്റ് കൊടുത്തു. ഇപ്പോൾ എനിക്കിൻ്റെ അകത്ത് I want React, okay, React, TypeScript, okay, TypeScript കൊടുത്തു. Okay, so cd client. Okay, ഇനി നമുക്ക് npm install കൊടുത്തു. ഓക്കെ, സോ npm ഇൻസ്റ്റാൾ കൊടുത്തു. ഇപ്പം അത് സക്സസ് ആയി. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിലാണ് വരിക. എന്നിട്ട് mkdir വേണമെങ്കിൽ API എന്ന് പറഞ്ഞിട്ട് ഫോൾഡർ ഉണ്ടായി കഴിഞ്ഞാൽ API ഉണ്ടായി. അപ്പോൾ ഇതാണ് എൻ്റെ ബേസിക് സംഭവം. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കോഡ് ഉപയോഗിച്ചിട്ട് ഓപ്പൺ ആക്കാം. സോ ഐ വിൽ ബി യൂസിങ് കഴ്സർ. സോ ഞാൻ ഇതിലേക്കാണ് മാപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സോ ബേസിക്കലി ഓക്കെ, കോഡ് എഡിറ്ററിലൂടെ വന്നു. സോ ദിസ് ഈസ് ദ ഇന്റർഫേസ്. ഇത് VS കോഡിന്റെ ഫോർക്കാണ് ആക്ച്വലി. സോ ഇത് VS കോഡ് പോലെ തന്നെയാണ് ഇരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഫയൽ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്ലയന്റും API ഇപ്പോൾ ഒന്നുമില്ല. സോ നമുക്കത് വേണമെങ്കിൽ API ആദ്യം തയ്യാറാക്കിയിട്ട് നമുക്ക് ഫ്രണ്ട് എൻഡ് ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെ വേണം ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചെയ്യാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കഴ്സർ സെറ്റിംഗ്സ് ഇൻഡെക്സ് ചെയ്യുകയാണ്, കമ്പ്യൂട്ടർ ഇൻഡെക്സ്. സോ ഈ ഇൻഡെക്സിങ് എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ ഫയൽസിന്റെ ഒരു ഡേറ്റാബേസ് ഉണ്ടാക്കിയെടുക്കുക, ഈ സാധനം ഇൻഡെക്സ് ചെയ്യും. അപ്പോൾ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം LLM-ന് അതായത് ലാർജ് ലാംഗ്വേജ് മോഡൽ ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് നമുക്കറിയാം ടോക്കൺ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു ടോക്കൺ ലിമിറ്റ് ഉണ്ട്, ഒരു കണ്ടക്സ്റ്റ് വിൻഡോ സൈസ് ഉണ്ട്. അപ്പോൾ ഒരുമിച്ച് ലക്ഷക്കണക്കിന് ഐ മീൻ ആയിരക്കണക്കിന് ലൈൻസ് വരുമ്പോൾ നമുക്കിത് കണ്ടക്സ്റ്റ് ഫുൾ കിട്ടില്ല. സോ ഇതിനെ നമ്മൾ ചങ്കായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മളൊരു വെക്ടർ ഡേറ്റാബേസിൽ നമ്മൾ കീപ്പ് ചെയ്യും. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മുടെ ക്വറി അനുസരിച്ച് റാങ്ക് ചെയ്ത് സംഭവങ്ങൾ വരും. സോ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സോ ഐ ക്യാൻ ക്ലിക്ക് ഓൺ അപ്ഡേറ്റ് നൗ. സോ ഓക്കെ, അപ്പോൾ അതാണ് ബേസിക്കലി നടക്കുന്നത്. അത് നിങ്ങൾക്ക് എന്താ പറയുക, ഈ വെക്ടർ ഡേറ്റാബേസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ട്യൂട്ടോറിയൽ ചെയ്യാം. നമുക്ക് കസ്റ്റമായിട്ടൊരു സംഭവം ഉണ്ടാക്കാം. ഓൾസോ സോ ലെറ്റ്സ് ഐ ഗെസ് ഇറ്റ്സ് ഇൻസ്റ്റാളിംഗ് റൈറ്റ് നൗ. നമുക്ക് നോക്കാം. I guess this is the one. So already installed ആയി, എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. help about 51.2. okay, so client നമുക്ക് ഇവിടെ ടെർമിനൽ ഓപ്പൺ ആക്കാം. ഇവിടെ നമുക്ക് cd client കൊടുത്തു. അപ്പോൾ ക്ലയന്റിലേക്ക് ലോഡായി. npm run dev ആണ്. ഓക്കെ, npm run dev. ഓക്കെ, സോ ഇറ്റ്സ് റെഡി. 5173 ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു പുതിയ വിൻഡോയിലേക്ക് മാറ്റാം. ഐ ഗസ് എങ്ങനെയാണ് ഒരു പുതിയ വിൻഡോയിലേക്ക് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് ഓരോ ഭാഗങ്ങളിലേക്ക് മാറ്റാന്നാണ് തോന്നുന്നു. പുതിയ വിൻഡോയിലേക്ക് മാറ്റണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഓക്കെ, ഡെസ്ക്ടോപ്പ് 2ലേക്ക് നമുക്ക് വേണമെങ്കിൽ ബ്രൗസർ മാറ്റാം. ഐ ഗസ്. എന്നിട്ട് ഓക്കെ, ഞാനിതെടുത്തു. ഇനി ആക്ച്വലി ഞാൻ എന്തായിരുന്നു, കൺട്രോൾ ഷിഫ്റ്റ് ആയിരുന്നു. യെസ്, ഓക്കെ ഓക്കെ, ഞാനിവിടെ വാൾപേപ്പർ എഞ്ചിൻ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പം സോ അതിൻ്റെ ഒരു സ്ലോനെസ് കാണും. തൽക്കാലം ഞാനത് കിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പം കുറച്ചുകൂടി സ്പീഡായിരിക്കും. ഓക്കെ, സ്ലോ ഫാസ്റ്റ്. എന്നാലും ചെറിയ മാക്ക് വളരെ സ്മൂത്ത് അല്ല എന്നാലും. ഓക്കെ, എനിവേ ലോക്കൽ ഹോസ്റ്റ് 5173 എടുത്തു കഴിഞ്ഞാൽ വൈറ്റ് പ്ലസ് റിയാക്ട്. സോ ദിസ് ഇസ് ലൈക്ക് സ്റ്റാർട്ടർ പേജ്. ഓക്കെ, സോ നമുക്കത് UI ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. സോ UI ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത്, സോ ക്ലയൻറ്റ് ഇവിടെ ഉണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു കഴ്സർ റൂള് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. സോ കഴ്സർ റൂൾ ഇസ് ലൈക്ക് ഇൻസ്ട്രക്ഷൻ സെറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യാം, ലൈക്ക് ഇതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ഇതിൽ വേണമെങ്കിൽ ന്യൂ ഫയൽ കൊടുത്തിട്ട് ഡോട്ട് റൂൾസ് അങ്ങനെ ഇഷ്ടമുള്ള സംഭവം കൊടുക്കാം. ടെക്സ്റ്റ് സ്റ്റാക്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നമുക്ക്
കൊടുക്കാം. For front end we are using React. React and front end project is located in client directory. Okay, അപ്പോൾ നമ്മളിങ്ങനെ ബേസിക്കലി ഇതിന് തുടക്കം തന്നെ ഒരു സംഭവം കൊടുക്കുകയാണ്. ഓക്കെ, for backend we are going to use Express.js with TypeScript ആണ് യൂസ് ചെയ്യുന്നത്. And for running we are going to use bun. Okay, ബൺ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. സോ ഡയറക്റ്റ് നമുക്ക് ടൈപ്പ്സ്ക്രിപ്റ്റ് റൺ ചെയ്യാം. നോഡ് വെച്ചും പറ്റും, പക്ഷേ ഇച്ചിരി പാടാൻ തോന്നും. സോ ബേസിക്കലി ബൺ വെച്ചിട്ട് .ts ഫയൽ വെച്ച് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. സോ ഇത് വേണമെങ്കിൽ നമുക്ക് ബൺ വെച്ച് റൺ ചെയ്യാം. ബൺ കുറച്ചുകൂടെ ഫാസ്റ്റർ ആണ്. സോ യു ക്യാൻ ചെക്ക് ദ ബൺ റെഫറൻസ് ലൈക്ക് bun is like I can show you like bun. Okay, so this is JavaScript runtime like Node.js. But okay, so you can use this bun. You can refer this one. Okay, appo use bun for the CSS. I will be CSS. Please use Tailwind 4.x. Okay, സോ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് സ്റ്റാക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഡോണ്ട് ക്രിയേറ്റ്, പിന്നെ ഇമ്പോർട്ടൻ്റ് തന്നെ കൊടുക്കാം. ഇമ്പോർട്ടൻ്റ് പ്ലീസ് ക്രിയേറ്റ് ഒപ്റ്റിമൈസ്ഡ്. ഇതൊക്കെ നിങ്ങൾക്ക് അല്ലാതെ തന്നെ പ്രോംപ്റ്റ് കിട്ടും. ഒപ്റ്റിമൈസ്ഡ് കോഡ്. ഡോണ്ട് ക്രിയേറ്റ് റീഡ്മി ഫയൽസ്. ഓക്കെ, അല്ലെങ്കിൽ ഇത് ചുമ്മാ നിങ്ങൾ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ റീഡ്മി ഫയൽസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ എനിവേ നമുക്കതിൽ ഒഴിവാക്കാം. സോ ബേസിക്കലി നമ്മളിത് ഇത്രയാണ് കൊടുക്കുന്നുള്ളൂ. ക്ലയന്റ് ഡയറക്ടറി ആൻഡ് പ്രൊജക്ട് ഈസ് ലൊക്കേറ്റഡ് ഇൻ API ഡയറക്ടറി. ഓക്കെ, സോ ബേസിക്കലി നമ്മളൊരു കേഴ്സർ റൂൾസ് ഉണ്ടാക്കി. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ കേഴ്സർ സെറ്റിംഗ്സ് വന്നിട്ട് ഒന്നുകൂടി ഇൻഡെക്സ് ചെയ്യാം. ഓൾറെഡി ഇൻഡെക്സ് ഓട്ടോമാറ്റിക്കായിട്ട് പറ്റും, ഇത് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ബട്ട് എനിവേ ഇത് ഓട്ടോമാറ്റിക് അല്ലെങ്കിലും ചെയ്യും, പക്ഷേ ഇടയ്ക്കൊന്ന് കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്കത് ചെയ്തു. അപ്പം ഇത്രയും സാധനങ്ങൾ നമ്മൾ ചെയ്തു. ഇപ്പം ഓക്കെ, ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ടെയിൽവിൻഡ് കൊടുക്കുക. സോ നിങ്ങൾക്ക് വേറെ ഏത് വേണമെങ്കിലും ബൂട്ട്സ്ട്രാപ്പ് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ടെയിൽവിൻഡ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് നമുക്ക് ടെയിൽവിൻഡ് കൊടുക്കാം. ഓക്കെ, ടെയിൽവിൻഡ് കൊടുത്ത് ടെയിൽവിൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ അടുത്ത ഡെസ്ക്ടോപ്പിലേക്ക് പോവാം. ഓക്കെ, സോ ടെയിൽവിൻഡ്. ഓക്കെ, ടെയിൽവിൻഡ് ഇൻസ്റ്റാളേഷൻ്റെ നമുക്കറിയണമെങ്കിൽ ടെയിൽവിൻഡ് പോവുക. എന്നിട്ട് അതിൽ ഇൻസ്റ്റാളേഷൻ കേട്ടുണ്ട് വൈറ്റിൽ എങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ഡോക്സ് എടുക്കുക. ഡോക്സ് എടുത്തിട്ട് ടെംപ്ലേറ്റ്സ്, കമ്പോണൻസ്, ഇൻസ്റ്റാളേഷൻ ഈസി, വളരെ ഈസി ആയിട്ട് നമുക്ക് ടെയിൽവിൻഡ് 4 വളരെ ഈസി ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് ലൈക്ക് ദിസ്. ഓക്കെ, സോ ബേസിക്കലി നൗ നമുക്ക് ഈ സാധനം കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. ടെയിൽവിൻഡ് ഓക്കെ, ഡോക്സ് ഇൻസ്റ്റാളേഷൻ. ഓക്കെ, ഇവനെ നമുക്ക് ആദ്യം ഫുള്ളി ഇതിനെ ചടിച്ചു കളയാം. കാരണം എന്നിട്ട് ആവശ്യമില്ലാത്ത കുറേ സാധനം ഇവിടെ കിടക്കുന്നുണ്ട്. സോ ആപ്പ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്, ഈ സാധനം കിടക്കുന്നുണ്ട്. നമുക്ക് ഈ സാധനങ്ങളൊന്നും ബേസിക്കലി വേണ്ട. index.css ഉണ്ട്, ഡിലീറ്റ് കളയുക. app.css ഉണ്ട്, അതും കളഞ്ഞേക്കുക. ഈ സാധനങ്ങളൊന്നും വേണ്ട. app.tx ഉണ്ട്, ഇതിനകത്ത് ഏതൊരു CSS എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഇതിനടുത്ത് വേണമെങ്കിൽ കളയാം. ഓക്കെ, റിട്ടേൺ. ഓക്കെ, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. സോ ഞാൻ ഇതിനെ കളഞ്ഞു, യൂസ് ഡേറ്റ് പറഞ്ഞു, ഈ സാധനങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. ആണെങ്കിൽ app.css വെക്കാം. ബട്ട് എനിവേ
നമുക്ക് ആദ്യം ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ LPM ഇൻസ്റ്റാൾ ടെയിൽവിൻഡ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ വന്നു പുതിയൊരു CD ക്ലയൻറ്റ് കൊടുത്തു. പിന്നെ ഇത് ഞാൻ ഡയറക്റ്റ് ഡോക്യുമെന്റേഷൻ നിന്ന് എടുത്തതാണ്. നമ്മൾ വൈറ്റ് ഓക്കെ ഇതിനു വേണ്ടിയാണ് ചെയ്യുന്നത്. സോ ഞാൻ ഇത് ഇൻസ്റ്റാൾ ചെയ്തു. നെക്സ്റ്റ് white.config.js ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യണം, അവർ പറഞ്ഞ പോലെ ടെയിൽവിൻഡിൻ്റെ ഒരു സാധനം ഇങ്ങോട്ടേക്ക് പേസ്റ്റ് ചെയ്യണം. സോ ഓക്കെ ടെയിൽവിൻഡ് CSS. ഓക്കെ, അപ്പോൾ നമ്മളിത് ചെയ്തു. ഇനി നമുക്ക് ബേസിക്കലി കോൺഫിഗിൽ ഇവിടെ പോയിട്ട് ഓക്കെ ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു സംഭവമില്ല. ഓക്കെ, സോ ഐ ഗെസ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഇത് ഇൻസ്റ്റാൾ ആയോ ഇല്ലയോ എന്നറിയാൻ നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചെയ്യുന്നേക്കാളും കുറച്ചും കൂടെ എളുപ്പം എന്താ പറയുക, ഇത് ഭയങ്കര സ്ലോയാണ്. വിർച്വൽ ഡെസ്ക്ടോപ്പ് അത്ര സ്പീഡില്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇതുപോലൊരു സാധനം ചെയ്തിട്ട് ഓക്കെ ഓൾട്ട് ടാബ് അടിക്കുക, അതായിരിക്കും എനിക്ക് തോന്നുന്നത് എളുപ്പം. ഓക്കെ, സോ ഇവിടെ നമുക്ക് വേണമെങ്കിൽ റിട്ടേൺ കൊടുത്തിട്ട് നമുക്ക് സിംപിളി എനിക്ക് തോന്നുന്നു ഓക്കെ ഫംഗ്ഷൻ കൊടുത്തു. ഓക്കെ, റിട്ടേൺ അല്ലേ. ഓക്കെ ഓക്കെ ഇത് കഴ്സർ തന്നെ നമുക്ക് സജഷൻസ് ഫുള്ള് കാണിക്കും. ചില സമയത്ത് ഭ്രാന്ത് പിടിക്കും, കാരണം നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ഫുള്ള് ഇത് തന്നെ ഏകദേശം കോഡ് കണ്ടക്സ്റ്റ് എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യും. ഓക്കെ, സോ ഹലോ വേൾഡ് സംഭവം വന്നില്ല. അതിനർത്ഥം സോ സംവെയർ വി നീഡ് ടു ഓക്കെ ഒരു കാര്യം ഞാൻ മറന്നുപോയി. വി നീഡ് ടു ലൈക്ക് ഇമ്പോർട്ട് ചെയ്യണം. സോ ദിസ് ക്യാൻ ബി ഇമ്പോർട്ട് ലൈക്ക് ഇൻഡെക്സ് ഇമ്പോർട്ട്. ഇവിടെ നമുക്ക് ഇൻഡെക്സ് ചെയ്യാം. ഓക്കെ, സോ ടെയിൽവിൻഡ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ലൈക്ക് ഇനി നമുക്ക് ഇവിടെ എന്ത് ഇത് വേണമെങ്കിലും കൊടുക്കാം. ലൈക്ക് സോ ഇൻഡെക്സ് നമ്മൾ റെഫർ ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ ഇതിൻ്റെ ടെയിൽവിൻഡ് CSS ഇമ്പോർട്ട് ചെയ്യാൻ കൊടുക്കും. ഈ ആപ്പ് CSS നമുക്ക് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള CSS കൊടുക്കാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് വേണമെങ്കിൽ ക്രിയേറ്റ് ഒറ്റയടിക്ക് എന്താ പറയുക, നമുക്ക് വേണമെങ്കിൽ ചുമ്മാ ഒരു സംഭവം കാണിച്ചു തരാം. ഇതിപ്പോൾ നമുക്ക് കളർ വേണമെങ്കിൽ മാറ്റാം, ബ്ലൂ ആക്കാം. സോ ഇത് ഇൻറ്റൻസിറ്റി ആണ്, ഇതിൻ്റെ അളവ് നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഷാഡോ വേണമെങ്കിൽ ഷാഡോ നമുക്ക് കൊടുക്കാം. ഷാഡോ ഇപ്പോൾ ഞാനിത് ടെക്സ്റ്റ് വൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വൈറ്റ് ടെക്സ്റ്റായി. പാഡിങ് P4 കൊടുത്ത് പാഡിങ് കൊടുത്തു കഴിഞ്ഞാൽ സോ ദിസ് ഇസ് ലൈക്ക് യൂട്ടിലി ക്ലാസ് ആണ്. നമുക്ക് സുഖമാണ്, ഇങ്ങനെ നേരെ എഴുതി പോകാം. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഇതിങ്ങനെ കാണ്ടമായിട്ട് കോഡ് നീണ്ടു കിടക്കും. സോ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമുക്ക് എക്സ്റ്റൻഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് ചുരുക്കാം. സോ അപ്പോൾ ഇതാണ് ബേസിക്കലി സംഭവം. ബേസിക്കലി എത്ര ടൈമായി നമ്മൾ റെക്കോർഡിങ് തുടങ്ങിയിട്ട്? ഞാൻ റെക്കോർഡർ നോക്കട്ടെ. സോ ഓക്കെ 17 മിനിറ്റായി. ബേസിക്കലി നമുക്കൊരു 1 മണിക്കൂറിലൊക്കെ നിർത്താം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്പീഡപ്പ് ആക്കാം. സോ നമ്മൾ അപ്പോൾ ബേസിക്കലി ഇത് കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത് മൊത്തം ഞാൻ AI വെച്ചിട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത്. സോ ബേസിക്കലി നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ബേസിക് സെർച്ചിൻ്റെ സെറ്റപ്പാണ്. ഓക്കെ, സോ ഐ തിങ്ക് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ UI ഉണ്ടാക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, APIയും മറ്റേ ഓലാമ വെച്ചിട്ട് ലോക്കൽ AI വെച്ചിട്ട് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ സർവീസസ് യൂസ് ചെയ്യാം. ബട്ട് ഐ ആം ഗോയിങ് ടു യൂസ് ലോക്കൽ AI. ലോക്കൽ ഇതിലാണ് സെറ്റപ്പിലാണ് യൂസ് ചെയ്യുന്നത്. സോ ഐ ഹാവ് എനിക്കൊരു RTX 4090 ഉണ്ട്. സോ നല്ലൊരു കാർഡാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലാത്ത മോഡൽസ് ഒക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്യും ലോക്കലിൽ തന്നെ. അപ്പം എനിക്ക് ബേസിക് ലാപ്ടോപ്പ് യൂസേഴ്സ് ആണ് നിങ്ങൾ ബേസിക് സംഭവം ഉപയോഗിക്കുന്നെങ്കിൽ യു ക്യാൻ ജസ്റ്റ് യൂസ് ലൈക്ക് ഐ ക്യാൻ ഷോ യു. ഞാനത് കാണിച്ചു തരാം. യു ക്യാൻ യൂസ് ലൈക്ക് ജെമിനൈ ഓർ ഗ്രോക്ക് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ഫ്രീ ആയിട്ട് അവർ തരുന്നുണ്ട്. വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യണമെങ്കിലൊക്കെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് പ്രൊഡക്ഷൻ റെഡി ആപ്പ് ആണെങ്കിൽ അതിന്റെ പ്ലാൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി DeepSeek ഉപയോഗിക്കാം, എന്ന് വേണ്ടി ഉപയോഗിക്കാം. സോ ബട്ട് ഫോർ ദിസ് പർപ്പസ് ഐ എം ഗോയിങ് ടു യൂസ് മൈ ലോക്കൽ AI. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സംഭവങ്ങൾ ഉണ്ടായി, ഹലോ വേൾഡ് ഉണ്ടായി. ഇനി നമുക്ക് സോ നെക്സ്റ്റ് ഒരു സംഭവം നമുക്കൊരു പ്ലെയിൻ ആയിട്ടൊരു വെബ് പേജ് ആണ് അല്ലേ. അല്ല ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ വെറുതെ ഹലോ വേൾഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. നമുക്ക് ജോബ് പോർട്ടൽ നമ്മൾ ഉണ്ടാക്കുന്നത്. സോ നമുക്ക് നൈസായിട്ട് നമ്മുടെ ലെവനിങ് എടുക്കാം. ഇത് ഞാൻ എന്ത് ചെയ്യും, ഈ 2 റോ ഇങ്ങനെ കോപ്പി ചെയ്യാൻ പറ്റും. ഓക്കെ, ഭയങ്കര സ്ലോ ആണ്. മൈ ഗോഡ്, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോളം കൊടുക്കാം. എന്താ പറയാ, കോപ്പി
ഓപ്പൺ സ്ട്രക്ചർ കൊടുത്താൽ എനിക്ക് തോന്നുന്നു ഓക്കെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രക്ചർ വേണമെങ്കിൽ വരും ലൈക്ക് ഓക്കെ ഡേറ്റാബേസ് സ്കീമ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും ഓക്കെ കേഴ്സർ റൂൾസിനകത്ത് ഡേറ്റാബേസ് സ്കീമ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പക്ഷെ അത് ഒത്തിരിയായും കേഴ്സർ റൂൾസിനകത്ത് കൊടുക്കണേക്കാൾ നല്ലത് വേണമെങ്കിൽ ഇന്നത് കൊടുക്കാം ഡേറ്റ പക്ഷെ നല്ലതല്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫയലിൻ്റെ അകത്തൊരു സ്കീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കാൻ പറ്റും ഓക്കെ ബട്ട് എനിവേ ഞാനിപ്പോൾ ഡയറക്റ്റ് അപ്പം പിന്നെ പെർസിസ്റ്റൻ്റ് ആയിട്ട് ഇതാണ് സ്കീമ എന്നുള്ള കാര്യം അതിന് തന്നെ മനസ്സിലാവും ഇതൊക്കെയാണ് സ്കീമ എന്നുള്ള കാര്യം ഓക്കെ ബട്ട് എനിവേ ഓക്കെ എനിക്കൊരു പുതിയ ഫോൾഡർ ഉണ്ടാക്കാം എന്നിട്ട് db_schema database schema എന്ന് പറഞ്ഞ് കൊടുക്കാം എന്നിട്ട് ഫയൽ schema.txt എന്ന് പറഞ്ഞ് കൊടുക്കാം എന്നിട്ട് എനിക്കിതെല്ലാം പേസ്റ്റ് ചെയ്യാം ഓക്കെ സോ ഇതാണ് സ്കീമ ഓക്കെ എന്നിട്ട് ഡേറ്റാബേസ് സ്കീം കൊടുത്തു എന്നിട്ട് സാമ്പിൾ ഡേറ്റ സാമ്പിൾ .txt ഇങ്ങനെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓക്കെ ഓക്കെ സംതിങ് ഓക്കെ ഇതിനെ ക്ലോസ് ചെയ്തു ഓക്കെ അത് ലോഡായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അധികമൊന്നും വേണ്ട വേണമെങ്കിൽ 1-2 റോ നമുക്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം ഓക്കെ ഇങ്ങനെ ചെയ്യാം ബട്ട് എനിവേ സംതിങ് ലൈക്ക് ദിസ് ബട്ട് എനിക്ക് തോന്നുന്നു സ്കീമയുടെ ആവശ്യമുള്ളൂ നമുക്ക് വേറെ സംഭവങ്ങളുടെ ആവശ്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക് സ്കീമ മാത്രം മതി നമുക്ക് ഈ സാമ്പിൾ ടെക്സ്റ്റ് ഒന്നും വേണ്ട കാരണം ഓൾറെഡി സ്കീമിൽ നിന്ന് സാധനം എടുത്തോളും ഓക്കെ ഇപ്പം നമുക്ക് സ്കീമിൽ ഇടാം database schema is located in database schema directory okay you can understand the database and do stuff according എനിക്ക് ഈ സ്റ്റഫിൻ്റെ അവിടെ ബാക്കി എന്താ അറിയുക അതുകൊണ്ടാണ് ഞാൻ സ്റ്റഫ് നൽകിയത് സോ ബേസിക്കലി നമുക്കത് ചെയ്തു കർസർ സെറ്റിങ്സ് വന്നിട്ട് നമുക്ക് ഇൻഡെക്സിങ് ആൻഡ് ഒബ്സർവ് കൊണ്ട് നമുക്ക് വേണം ഇൻഡെക്സ് ചെയ്യാം സ്കീമ ഇൻഡെക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ 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 സ്കീമ സെറ്റായി ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ യാ സോ നമുക്കിനി ഇവിടെ ഇവനോട് പറയാം സോ ക്യാൻ യു പ്ലീസ് ഓക്കെ സോ ലുക്ക് ഇൻ ടു ദ സ്കീമ ലുക്ക് ഇൻ ടു ദ സ്കീമ and create UI okay create a UI for the job search page okay job search page so provide all the filters and everything okay everything okay അപ്പോൾ ഞാൻ ഇത്രയും കൊടുത്തു നമ്മൾ ഓൾറെഡി കേഴ്സർ റൂൾസിൽ ടെയിൽവിൻഡ് ഒക്കെ ഉപയോഗിക്കാൻ പറഞ്ഞു സോ ഇറ്റ് വിൽ ബി യൂസിങ് ലൈക്ക് ടെയിൽവിൻഡ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത് ഓക്കെ വേണമെങ്കിൽ നമുക്ക് സംഭവം പറയാം ഇങ്ങനെ കൊടുക്കാം ടെയിൽവിൻഡ് നമ്മൾ ഓൾറെഡി ഓക്കെ ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം ക്ലൗഡ് ഫോർ സോണറ്റാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഓക്കെ സോ ചില സാധനത്തിന് നമുക്ക് കാശ് കൂടുതൽ കൊടുക്കേണ്ടി വരും ബട്ട് എനിവേ ലെറ്റ്സ് സ്റ്റാർട്ട് ഓക്കെ 1 second പ്ലീസ് ഓക്കെ ഒറ്റ മിനിറ്റ് സെക്കൻഡ്
ഓക്കെ, ഞാനിവിടെ ഇത് കൊടുത്തു, എന്താ സെൻഡ് കൊടുത്തു. ഓക്കെ, സോ should be like light theme plus and colors easy readable. ഞാനിങ്ങനെ UI നമുക്ക് എന്ത് UI സ്റ്റൈൽ വേണമെങ്കിലും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്കൊരു ഇമേജ് വെച്ചിട്ട് UI സ്റ്റൈൽ പറയാൻ കൊടുക്കാം, എന്ത് വേണം ചെയ്യാം. ബട്ട് എനിവേ, സോ ഇത് കൊടുത്തു. ഓക്കെ, സോ ഓക്കെ, ഡാറ്റാബേസ് സ്കീമ, ഓക്കെ, സ്കീമ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഡാറ്റാബേസ് സ്കീമ അത് യൂസ് ചെയ്യും. എന്നിട്ട് ഓക്കെ, നമ്മൾ ആ ഏഴ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ പറയുന്നില്ല, നമുക്കത് അടുത്ത ട്യൂട്ടോറിയൽ നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ജസ്റ്റ് ഇത് വെച്ചിട്ട് നമുക്കൊരു ഫ്രണ്ട് എൻഡ് ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് ബാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മറ്റേ വെച്ച് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ മീൻ ടൈം ഐ വിൽ സേ ലൈക്ക്, സോ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്നത് ലൈക്ക്, സോ ഓലാമയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓലാമ മീൻസ് വേറൊന്നുമില്ല, നമുക്ക് ഇത് വെച്ചിട്ട് നമുക്കിപ്പോൾ മോഡൽസ് ഡൗൺലോഡ് ചെയ്യാം. ഡീപ്സി ഓപ്പൺ സോഴ്സ് മോഡൽസ് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് പൈത്തണോ ഇതൊന്നും വെച്ചിട്ട് നമ്മൾ റൺ ചെയ്യണമെന്നില്ല. ഈ ഓലാമ വെച്ച് നമുക്ക് ഈ ഓലാമയിൽ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന മോഡൽസ് നമുക്ക് പുള്ള് ചെയ്യാം. പുള്ള് ചെയ്തിട്ട് ഇത് എന്ത് ചെയ്യും, ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് API എക്സ്പോസ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് ആ API കൺസ്യൂം ചെയ്തിട്ട് നമ്മുടെ ലോക്കൽ ആപ്ലിക്കേഷൻസും എല്ലാം യൂസ് ചെയ്യാം. സോ ദിസ് ഇസ് ദ സ്ട്രക്ചർ ഈസ് ലൈക്ക് OpenAI. അപ്പോൾ OpenAIയുടെ ആ APIയുടെ സ്കീം തന്നെയാണ് ഇതും ഫോളോ ചെയ്യുന്നത്. സോ if you are good with this one, you can just easily change to other one. So there are a lot of models, ഇഷ്ടംപോലെ മോഡൽസ് ഉണ്ട്, നമുക്ക് നോക്കിയിട്ട് ഇഷ്ടമുള്ള മോഡൽസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതാവും പണി തുടങ്ങിയിട്ടുണ്ട്, എന്താ കുറേ കമ്പോണൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ ഉണ്ട്, അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ആ മൊഡ്യൂളർ ഉണ്ടോ, നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ ആ കേഴ്സർ റൂൾസിൽ ഈ സാധനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലായത്, മൊഡ്യൂളറായിട്ട് കോഡ് ക്രിയേറ്റ് ചെയ്യാനും. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ നമുക്ക് കേഴ്സർ റൂൾസ് വേണമെങ്കിൽ ഇതിപ്പോൾ തന്നെത്താനെ ജനറേറ്റ് റൂൾസ് എന്ന് പറഞ്ഞാൽ തന്നെത്താനെ ചെയ്യും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ബട്ട് യാ, കണ്ടോ, ഇതിനകത്ത് എന്തൊക്കെയോ ഫിക്സ് ആണ്, കണ്ടോ, അത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ഏജന്റ് മോഡാണ്. സോ ഇത് ഏജന്റ് മോഡ് നമുക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ആയി, നമുക്ക് വേണമെങ്കിൽ ഇത് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇത് ഓരോന്ന് നമുക്ക് ഫിക്സ് ചെയ്യാം. ഓൾറെഡി നമ്മൾ കമ്പോണൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ബട്ട് എനിവേ നമുക്ക് നോക്കാം. ഓൾറെഡി നമ്മൾ കമ്പോണൻസ് തോന്നുന്ന സാധനം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കേട്ടോ, ഇത് ഞാൻ പറയില്ലേ, ചുമ്മാ കുറേ എന്താ പറയാ, ചില സമയങ്ങളിൽ ഈ സാധനം ചുമ്മാ ലൂപ്പ് ചെയ്തുകൊണ്ട് പിന്നെയും ചെയ്തുകൊണ്ടിരിക്കും. ഓവറായിട്ട് ചില സമയത്ത് ഏജൻസ് വർക്ക് ചെയ്യുന്നവർ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിനകത്ത്, കണ്ടോ. പക്ഷേ സ്കിപ്പ് കൊടുത്തിട്ട് അക്സെപ്റ്റ് ഓർ കൊടുത്തു, ഞാനത് ക്ലോസ് ചെയ്തു. പക്ഷെ ഇവിടെ എന്തെങ്കിലും എറർ വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, കുറേ ഓക്കെ, ഇത് നമുക്ക് ഈ ആക്സസിബിലിറ്റിയുടെ ഇഷ്യൂസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ അതായത് ഈ A11Y ആക്സസിബിലിറ്റി ഇഷ്യൂസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, എററൊന്നുമല്ല, ജസ്റ്റ് നമുക്ക് കുറച്ചും കൂടെ നല്ലതായിരിക്കും. അതായത് ഈ ഹിയറിംഗ്, ഈ കണ്ണിന് പ്രശ്നമുള്ളവർക്കും അവർക്കൊക്കെ ഇതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ അപ്പോൾ ഇതുണ്ട്, ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ മുകളിലോട്ട് കാണിക്കുക, എന്നിട്ട് ഫിക്സിങ് ചാറ്റ് കൊടുത്താൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവം വരും. ഇതിപ്പം എല്ലാം സ്റ്റാറ്റിക് ആണ്, ഈ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ശരിക്കും സ്റ്റാറ്റിക് ആണ് വരുന്നത്. ഓക്കെ, നമുക്കത് ഡാറ്റാബേസ് ഡ്രിവൺ ആക്കണമെങ്കിൽ നമുക്ക് ഡാറ്റാബേസ് ഡ്രിവൺ ഇതെല്ലാം ആക്കാം. ഓക്കെ, അക്സെപ്റ്റ് കൊടുത്തു, കണ്ടോ,
എൻ്റെ എറർ ഇതെല്ലാം പോയി അല്ലേ, ക്ലോസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ബേസിക്കലി ഇതെല്ലാം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് യെസ് you can see like how beautiful it is. കണ്ടോ, ഇത്രേ ഉള്ളൂ. കണ്ടോ, നമ്മൾ സെർച്ച് സൈഡ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, 2 ഡമ്മി ഡേറ്റയും ചെയ്തിട്ടുണ്ട്. സീനിയർ ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ടെക്ക്രോപ്പ് INC, ബാക്ക് എൻഡ് ഡെവലപ്പർ ബാംഗ്ലൂർ, ലൈക്ക് 2-4 years ജോയിൻ. നമുക്ക് ഇങ്ങനെ ചെയ്യാം. എന്താ ചെയ്യുക, ഇല്ലെങ്കിൽ നമുക്ക് MCP MySQL MCP ഉണ്ട്, മോഡൽ കണ്ടക്ട്സ് പ്രോട്ടോക്കോൾ MCP സെർവർ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ MySQL ആയിട്ട് കണക്ട് ചെയ്ത് ഇതിന് തന്നെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാതെ തന്നെ ചെയ്യാം. അത് കുറച്ചുകൂടെ അഡ്വാൻസ് ടോപ്പിക്കാണ്. അഡ്വാൻസ് അല്ല, ഈസി ആയിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ബട്ട് അതൊക്കെ ഞാൻ ഒത്തിരി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ഓവർവെൽമിംഗ് ആയിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ അതൊന്നും നോക്കുന്നില്ല. അപ്പോൾ നമുക്ക് വേണ്ട ഒരു ബേസിക് സാധനം നമുക്ക് ഇത് വന്നു. നമുക്ക് കണ്ടോ, നമുക്ക് കാണാൻ തന്നെ ഒരു രസമുള്ള സംഭവമാണ്. ഓക്കെ, നല്ല ക്ലീൻ. മൊബൈൽ റെഡി ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ മൊബൈൽ റെഡിയുടെ കാര്യം കൊടുത്തിട്ടില്ലാത്ത കാരണം ഇല്ല. ഈസി ആയിട്ട് മൊബൈൽ റെഡി ആക്കാം. നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ മൊബൈൽ റെഡി ആവും. ഓക്കെ, അതുകൊണ്ട് ഇതുണ്ടോ. ഓക്കെ, സ്റ്റാൻഡേർഡ് UI ആണ്. അത് ഒത്തിരി എന്താ പറയുക, ഒത്തിരി കോംപ്ലക്സിറ്റീസ് ഒന്നുമില്ല. സോ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ UI. ഞാൻ ഈ ഒരു ബേസിക് സാധനമാണ് നമുക്ക് കൊടുക്കാൻ വരുന്നത്. അപ്ലൈന് കൊടുത്തു കഴിഞ്ഞാൽ അപ്ലൈ കൊടുക്കാണ്ട ഇങ്ങനത്തെ അപ്ലൈനോ കൊടുക്കും. ബട്ട് എനിവേ, ഞാൻ എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ കയറി കഴിഞ്ഞിട്ട് എന്താ ചെയ്യാൻ പറ്റുക, നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളൊരു ഒന്നുപോലെ പേരടിച്ചു കൊടുത്തു. അപ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുക, നിങ്ങളുടെ ഒരു മൈൻഡിലൂടെ പ്രോംപ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് അനുസരിച്ചിട്ടുള്ള ജോലികൾ ലിസ്റ്റ് ചെയ്യുന്ന വരുന്ന ഒരു സെറ്റപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഫുൾ ടൈം ഇങ്ങനെയല്ല. AI വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമുക്ക് ഇതിന് പറ്റിയിട്ട് ഉള്ള നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ അടിച്ചു കൊടുക്കുക. എനിക്ക് ഇങ്ങനെയാണ് എൻ്റെ സ്കില്ലിങ്ങിന് വെച്ചിട്ട് ചുമ്മാ ഒരു സമയം കൊടുത്താൽ അത് ടൈലർ ചെയ്തിട്ട് വരുന്ന രീതിയിൽ നമുക്കതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാം. ബട്ട് ബേസിക്കലി ആ രീതിയിൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഓക്കെ, സോ നമുക്കത് അടുത്ത ഒരു ട്യൂട്ടോറിയൽ കാണാം അതെങ്ങനെ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ബേസിക്കലി നമുക്കിങ്ങനെ ഇതിപ്പോൾ വന്നു. നമുക്ക് ഇനി APIയിൽ കോഡ് എഴുതാൻ വേണമെങ്കിൽ അത് ഒറ്റയടിക്ക് ഇപ്പം തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. ബട്ട് എനിവേ, APIയിൽ കോഡ് നമുക്ക് ചെയ്യാം ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ, സോ ഫോർ ദിസ് ട്യൂട്ടോറിയൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ബേസിക് UI ഉണ്ടാക്കി. നെക്സ്റ്റ് നമുക്കൊരു ഒരു ബാക്ക് എൻഡ് ഉണ്ടാകും. ഓക്കെ, താങ്ക് യു ഗൈസ്. ബൈ.